നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോഴും കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന സസ്പെൻസ് അവസാനിച്ചിട്ടില്ല. 140 സീറ്റിൽ 102 സീറ്റുമായി മിന്നുന്ന ജയം കേരളത്തിലെ ജനങ്ങൾ UDFന് സമ്മാനിച്ചിട്ടും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനാകാതെ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ഇന്നേക്ക് 8ാം നാളായിട്ടും മുഖ്യമന്ത്രി തർക്കത്തിന് പരിഹാരം കാണാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. കേരളത്തിനൊപ്പം ഫലം വന്ന പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് എന്ന VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ചരട് വലി നടത്തുന്നത്. സംസ്ഥാനത്തെ സാഹചര്യം മനസ്സിലാക്കാനായി 2 മുതിർന്ന നേതാക്കളായ അജയ് മാക്കാൻ, മുകുൾ വാസ്നിക് എന്നിവരെ നിരീക്ഷകരായി ACC സംസ്ഥാനത്തേക്ക് അയച്ചിരുന്നു. MLA-മാരെയും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുമായും കൂടിയാലോചിച്ച ശേഷം സമർപ്പിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഭൂരിഭാഗം MLA-മാരും നേതാക്കളും MP-മാരും വേണുഗോപാലിനെ അനുകൂലിക്കുന്നു. അതേസമയം പാർട്ടി പ്രവർത്തകരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും പിന്തുണ VD സതീശനാണ്. എന്നാൽ കേരളത്തിലെ പരസ്യ പ്രതികരണങ്ങൾ കേന്ദ്ര നേതാക്കളെ അതൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. സതീശന് വേണ്ടിയായിരുന്നു കൂടുതലും പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. അത്തരം പ്രകടനങ്ങൾ പിൻവലിക്കാൻ സതീശനോട് നിർദ്ദേശിച്ചതും കേന്ദ്ര നേതൃത്വമാണ്. കേരളത്തിലെ 140 അംഗ നിയമസഭയിൽ കോൺഗ്രസിന് 63 MLA-മാരുണ്ട്. മുസ്ലിം ലീഗിന് 22 സീറ്റുകളുണ്ട്. ബാക്കിയുള്ള സീറ്റുകൾ മറ്റ് ഘടകകക്ഷികളാണ് നേടിയത്. അതിനാൽ തന്നെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായത്തിന് കാര്യമായ പ്രാധാന്യമുണ്ട്. ഇടതുമുന്നണിക്കെതിരെ സതീശനാണ് സംസ്ഥാനത്തുടനീളം പോരാടിയതെന്നും അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹമാണ് അർഹനെന്നും കോൺഗ്രസ് സഖ്യകക്ഷികൾ വാദിക്കുന്നു. ഏതായാലും ഫലം വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും തീരുമാനം പ്രഖ്യാപിക്കാനാകാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിസന്ധിയിലാണ്. കേന്ദ്ര നേതൃത്വം കേരള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായമായിട്ടില്ല. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ സോണിയാഗാന്ധി, AK ആന്റണി, UDFിലെ മറ്റ് ഘടകകക്ഷികൾ എന്നിവരും ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി നിയമിച്ചാൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കും. ഒന്ന് ലോക്സഭാ സീറ്റിലേക്കും മറ്റൊന്ന് നിയമസഭാ സീറ്റിലേക്കും. ഇതിൽ രണ്ടിലും കോൺഗ്രസ് വിജയിക്കുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പിക്കാനാകുമില്ല. രാഹുൽ ഗാന്ധിയുടെ വലങ്കയാണ് KC വേണുഗോപാൽ എന്നതിനാൽ എല്ലാ തലങ്ങളും പരിശോധിച്ചുള്ള തീരുമാനമേ ഹൈക്കമാൻഡ് എടുക്കും. സതീശനെ പരിഗണിച്ചാൽ രാഹുൽ ഗാന്ധി വേണുഗോപാലെ കോൺഗ്രസിനുള്ളിൽ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകിയേക്കാമെന്നും സൂചനയുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ മല്ലികാർജുൻ ഖാർഗെയുടെ കാലാവധി അടുത്ത വർഷം അവസാനിക്കും. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ എന്നൊരു ഓഫർ KCക്ക് നൽകിയാലും അത്ഭുതപ്പെടാനില്ല. പരിഗണിക്കേണ്ട മറ്റൊരു ഘടകം പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലമാണ്. അവിടെ വോട്ടർമാർ 45%-ലധികം മുസ്ലിം വോട്ടർമാരുണ്ട്. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് ഇവിടം. അതിനാൽ അവരുടെ നിലപാട് പരിഗണിക്കാത്തതിലൂടെ അവരെ അസ്വസ്ഥരാക്കുന്നത് കോൺഗ്രസിന് അപകടകരമാണ്. എന്നാൽ MLA-മാരുടെ പിന്തുണ നേടുക എന്ന തന്ത്രപരമായ കാർഡ് വേണുഗോപാൽ ഉപയോഗിച്ചതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തെ അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അവസരം ലഭിക്കുന്നതിനായി വേണുഗോപാൽ രാജിവെക്കുന്നത് കാണാൻ ഡൽഹിയിലെ പല കോൺഗ്രസ് നേതാക്കളും ആഗ്രഹിക്കുന്നു. ഈ വിവിധ ഘടകങ്ങൾ കാരണം പാർട്ടിയുടെ ഉന്നതർ തിടുക്കത്തിൽ തീരുമാനമെടുക്കാൻ മടിക്കുന്നു. കാരണം അത്തരമൊരു നീക്കം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കേരള നിയമസഭയുടെ കാലാവധി മെയ് 23 വരെ നീണ്ടു നിൽക്കുമെന്നതിനാൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് അതുവരെ സമയമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDFന് ഭൂരിപക്ഷം കിട്ടുന്നു. സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമാകുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് ആശീർവാദത്തോടെ ഒത്തുതീർപ്പ് മുഖ്യമന്ത്രിയായി രംഗപ്രവേശനം ചെയ്യുന്നു. KC വേണുഗോപാലിന്റെ ചാണക്യതന്ത്രം ഇതായിരുന്നെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത്. രംഗപ്രവേശനം നേരത്തെയായി പോയതാണ് ഈ KC പ്ലാൻ തകർത്തത്. ജനവിധിക്ക് മുന്നേ K സുധാകരന്റെ പരസ്യ പ്രസ്താവനയോടെ KCക്ക് നേർക്കുനേർ ചർച്ചകളിൽ കക്ഷിയാകേണ്ടി വന്നു. അതോടെയാണ് ആ പ്ലാൻ പാളിയത്. VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും എന്നതിനാണ് സാധ്യത എന്ന് വന്നതോടെ ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി എന്ന തന്ത്രം രമേശ് ചെന്നിത്തല പരീക്ഷിക്കുകയാണെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സീനിയോറിറ്റി പിടിവള്ളിയാക്കി രമേശ് ചെന്നിത്തല കസേരയ്ക്കുള്ള അവകാശവാദം കടുപ്പിക്കുന്നുണ്ടെങ്കിലും ജനവികാരം ഒപ്പമില്ലെന്ന വെല്ലുവിളിയും അദ്ദേഹത്തിന് വേണുഗോപാലിനോടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികളുടെയും പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണ പ്ലസ് പോയിന്റായി ചൂണ്ടിക്കാട്ടുന്ന VD സതീശൻ സ്വാഭാവിക നീതി തനിക്ക് ലഭിച്ചില്ലെങ്കിൽ ജനവികാരം എതിരാകുമെന്ന് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്ന ഗെയിമിനാണ് പ്രാധാന്യം നൽകുന്നത്. കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിലെ പ്രബല വിഭാഗവും MLA-മാരിൽ ഭൂരിഭാഗവും ഒപ്പമുള്ളതും സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുമാണ് ഈ കസേരകളിൽ KC വേണുഗോപാലിനെ കരുത്താക്കുന്നത്.
ജനവികാരം വി ഡി സതീശന് അനുകൂലമാണെന്ന വാദത്തെ MLA-മാരുടെ പിന്തുണയുടെ ബലത്തിലാണ് ഹൈക്കമാൻഡിന് മുന്നിൽ KC പ്രതിരോധിക്കുന്നത്. ജനപിന്തുണ നേടിയവരാണ് ജയിച്ച MLA-മാരായതെന്നും അവരിൽ ഭൂരിഭാഗവും ആരെ പിന്തുണയ്ക്കുന്നു എന്നതിലാണ് യഥാർത്ഥ ജനവികാരം പ്രതിഫലിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ മുഖ്യമന്ത്രി പദവിക്കായുള്ള അവകാശവാദം അവസാന നിമിഷം വരെ ഉയർത്തിപ്പിടിച്ച ശേഷം കേസിൽ അതിൽ നിന്ന് പിന്മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ലെന്ന സൂചനകളും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിലൂടെ തനിക്ക് അർഹതപ്പെട്ട പദവി ത്യജിച്ചെന്നുള്ള പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കലാണ് കേസ് ലക്ഷ്യമിടുന്നത്. 2011 ചുമതലയേറ്റ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 5 വർഷം പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ സംഘടനാപരമായ വിലപേശലിനുള്ള ഉപാധിയാക്കി ഈ ത്യാഗത്തെ മാറ്റിയെടുക്കാമെന്നും അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ട്. വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ളവയാണ് ഇതിലൂടെ കേസ് ലക്ഷ്യം വെക്കുന്നതെന്നും സൂചനയുണ്ട്. മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന 3 നേതാക്കന്മാരുമായുള്ള ഹൈക്കമാൻഡ് ചർച്ചകൾ അവസാനിച്ചെങ്കിലും തീരുമാനവും പ്രഖ്യാപനവും ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ D. സുധാകരന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കർണാടകയിലേക്ക് പോയ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തിങ്കളാഴ്ച ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം സോണിയ, രാഹുൽ തുടങ്ങിയ ഉന്നത നേതാക്കളുടെ സാന്നിധ്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ ശേഷമാകും പ്രഖ്യാപനം നടക്കുക. അതേസമയം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടക്കുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധി വേണുഗോപാലുമായി ചർച്ച പ്രത്യേകം നടത്തിയതായും അറിയുന്നു. KC മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചാൽ ആ തീരുമാനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കേരളത്തിലെ നേതാക്കളെ ബോധ്യപ്പെടുത്താൻ രാഹുൽ തന്നെ മുന്നിട്ടിറങ്ങുമെന്നും പാർട്ടിയോട് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KCയെ പോലെ ഒരു കേന്ദ്ര നേതാവ് വേണോ അതോ താഴെത്തട്ടിൽ സ്വാധീനമുള്ള പ്രാദേശിക നേതാവ് വേണോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ VD സതീശന് തന്നെയായിരിക്കും മുൻഗണന ലഭിക്കുക. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയെ താഴെയിറക്കാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ അഹോരാത്രം പണിയെടുത്തത് കണ്ടില്ലെന്ന് നടിക്കാനും ഹൈക്കമാൻഡിനാകില്ല. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ ഒരു പദവിയും വേണ്ട എന്ന തീരുമാനത്തിൽ സതീശൻ ഉറച്ചു നിൽക്കുകയാണ്.